ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നാടൻ ചീമച്ചക്ക കറിയാണ് വെക്കുന്നത്. നമ്മുടെ കേരള സ്റ്റൈലിൽ നാടൻ രീതിയിൽ ഒരു ചീമച്ചക്ക എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ഇതിനെ കടച്ചക്ക എന്നും പറയും. നമ്മുടെ നാട്ടിൽ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. ചീമച്ചക്ക നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള ഈ കുഞ്ഞു ഭാഗം നല്ലതായിട്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള തൊലിയും നല്ലതായിട്ട് കട്ട് ചെയ്ത് ചെത്തി മാറ്റുക. നല്ല വെളുക്കെ ചെത്തി മാറ്റി അതിനുശേഷം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഈ രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം 6 പച്ചമുളകും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുന്ന സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് വെക്കണം. ചതച്ചെടുത്താൽ മതി, അത് അരിഞ്ഞിടണ്ട. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ വഴണ്ടു വന്ന സമയം നമുക്ക് കടച്ചക്ക അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷമാണ് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലെ ചെറിയ അരക്ക് പോലെ കാണും. അപ്പോൾ ഒരു 5-6 തവണ നമ്മൾ വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് വഴറ്റുക. മീഡിയം ഫ്ലെയിമിലും താഴെ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ടൊന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നുകൂടെ എല്ലാം വഴറ്റിയെടുക്കണം. ഈ സമയം 1 കപ്പ് തേങ്ങ തിരുമിയത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. 1 കപ്പ് തേങ്ങ തിരുമിയത് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ വറുത്തതിന് ശേഷം 1/4 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഒരു ഫുൾ സ്പൂണ് മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി എടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. 1/4 സ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. മസാലയും കൂടി ഈ മസാല നല്ലതായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ കടച്ചക്കയൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറൂടെ കഴുകി ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ആവിയിലൊക്കെ ഇരുന്ന് നല്ലതായിട്ട് കടച്ചക്ക എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചിടാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടി നല്ലതായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നാടൻ രീതിയിൽ നമുക്ക് കടച്ചക്ക കറി വയ്ക്കാം. ഇത് ഏകദേശം ഇറച്ചിക്കറിയുടെ അതേ ഒരു രീതിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട്